ഇതാ മോളെ ഈ ഏലസ് പിടിച്ചോ. ഇതെന്താ അച്ഛാ? കുട്ടികളുടെ പുക്കിൾക്കുടിയാ. ഞാൻ തട്ടാരോട് പറഞ്ഞ് ഇത് തകിടാക്കി എടുത്തതാ. രണ്ടുപേരുടെ അരയിൽ ഇതങ്ങ് കെട്ടിയിട്ടേരെ കുട്ടികൾക്ക് അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ട്. ശരി. വരട്ടെ അച്ഛാ, ഞാൻ വരാം. പോയി വാ മക്കളെ, എല്ലാം മറക്കാതെ എടുത്തിട്ടുണ്ടല്ലോ. സാറേ വല്ലോം തരണേ. സാറേ സാറേ വല്ലോം തരണേ. കുഞ്ഞിനെ കാണുന്നില്ല. എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞിനെ കാണുന്നില്ലെന്നേ. എന്റെ കുഞ്ഞ് അല്ല മോനെ, ഒരാളെ പോലും വിടാതെ ഇത്തവണ എല്ലാവർക്കും തുണി എടുത്തു കൊടുത്തേക്കണേ. കഴിഞ്ഞ ഉത്സവത്തിന് അത് ചെയ്യേണ്ടതായിരുന്നു. അയ്യോ, ഇവിടെ കുട്ടി വന്നത് ആരെയും കാണാനില്ലല്ലോ. കൊള്ളാലോ, ഈ കുഞ്ഞ് ആരുടേതാ? ആരായാലും എന്റെ ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മഞ്ചേരിയിൽ നിന്നും ഇരട്ട കുട്ടികളുമായിട്ട് എറണാകുളത്തേക്ക് വന്നോണ്ടിരിക്കുവായിരുന്നു സർ. ഒരു കൊച്ചു അമ്മയുടെ അടുത്ത് ഒരു കൊച്ചു തൊട്ടിൽ ഉറങ്ങുമായിരുന്നു സർ. ആ അരിയിൽ പേരെഴുതി കുട്ടിയുടെ കാതിൽ പറയൂ. കുഞ്ഞിനെ കിട്ടിയതായിട്ട് നമ്മൾ പോലീസിൽ അറിയിച്ചിരുന്നില്ലേ? അത് വേണ്ടെന്നും പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ചേക്ക്. ഈ കുഞ്ഞ് ഇനി നമുക്ക് സ്വന്തം. വേലായുധൻ. ചക്രവാണി സമ്മതിക്കുന്നില്ല ചേട്ടാ. എന്താ പറ്റിയത്? ലോറി വന്നാലല്ലേ വെട്ടുന്ന കരിമ്പൊക്കെ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ചക്രവാണിയിലെ ആൾക്കാര് മാനന്തവാടി വെച്ച് എല്ലാ ലോറിയും തടയുക. എപ്പോഴായാലും കരിമ്പ് വിളയുന്നതിന് മുമ്പ് തീ കത്തിക്കുക. ഇപ്പൊ അത് പറ്റാത്തതുകൊണ്ട് മാർക്കറ്റിൽ പോകുന്നത് തടയാൻ നോക്കുക. ചേട്ടാ, വെള്ളക്കരിമ്പ് നട്ടാ ശർക്കര ഉണ്ടാക്കാനല്ലേ അയക്കാൻ പറ്റൂ. കറുപ്പ് കരിമ്പ് നട്ടാ ഈ സീസണിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുമെന്ന് നമ്മളല്ലേ ഇവരോട് പറഞ്ഞത്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഉത്സവം. ഇന്ന് രാത്രി തന്നെ മാർക്കറ്റിലേക്ക് പോയില്ലെങ്കിൽ കരിമ്പെല്ലാം നശിച്ചു പോകും. അമ്മേ, ഇങ്ങനെ ആയിപ്പോയല്ലോ അമ്മേ. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ പേരക്കുട്ടി ലോറി കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അവൻ തീർച്ചയായിട്ടും വണ്ടികളായിട്ടേ വരൂ. എല്ലാവരുടെ വീട്ടിലെ ഉത്സവം ആഘോഷമായി നടക്കും. ഒരുത്തൻ പോലും നമ്മളെ മറികടന്നു പോകരുത്. ചേട്ടാ, മാനന്തവാടി ഇന്ന് ലോറി എല്ലാം ചേട്ടന്റെ വാക്ക് കേൾക്കാതെ അയച്ചിട്ടുണ്ട്. വേലു ലോറികളുമായിട്ട് വരുവാ. നമ്മളെ മറികടന്നവൻ എങ്ങനെ പോകും നമുക്ക് നോക്കാം. ചക്രമണിച്ചേട്ടന്റെ വാക്ക് പാലിക്കാൻ നിന്റെയൊക്കെ മുതലാളിമാര് ലോറി അയച്ചിരിക്കുന്നല്ലേ? വേലു പറയുന്ന വാക്ക് തെറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ലോറി എടുത്തോണ്ട് തിരിച്ചു പോകോ. ഞാൻ മണ്ണെണ്ണ കുടിച്ച് കാത്തിച്ച് ഓടാവൂ. എവിടുന്ന് ഒരു ലോറി കത്തിക്കടാ. നന്നായിട്ട് ഒഴിക്കടാ. നന്നായിട്ട് ഒഴിക്കടാ.
സ്വിച്ച് ഇട്ടാ കറണ്ട് വരും, ഇടി വെട്ടിയ മിന്നൽ വരും. മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ലോറി കൂടെ ചേർത്ത് അവനെ കത്തിക്കേ. നിനക്ക് വണ്ടി കത്തുന്നല്ലേ കാണേണ്ടത്, ഞാൻ കാണിക്കാടാ, നോക്കിക്കോ. എന്താ ചേട്ടാ അവൻ ലോറി കത്തിക്കാൻ പോവാന്ന് പറയുന്നത്? വേലു, ഏതൊക്കെ ഒഴിച്ചാ എങ്ങനെയൊക്കെ കത്തുമെന്ന് അറിയാവൂടാ. എള്ളെണ്ണ ഒഴിച്ചാ എളുപ്പത്തിൽ കത്തും, നല്ലെണ്ണ ഒഴിച്ചാ നന്നായി കത്തും, മണ്ണെണ്ണ ഒഴിച്ചാ മന്ദം മന്ദം കത്തും, വെളിച്ചെണ്ണ ഒഴിച്ചാ വേഗം കത്തും, ആസിഡ് ഒഴിച്ചാ ആളിക്കത്തും, ഡീസൽ ഒഴിച്ചാ അങ്ങനെ ഇങ്ങനെയും കത്തും, പെട്രോൾ ഒഴിച്ചാ ദാ ഇങ്ങനെ ഇടി വെട്ടിയ പോലെ കത്തും. 10 ലിറ്റർ പെട്രോൾ പോലും വാങ്ങാൻ കഴിവില്ലാത്ത നിന്റെയൊക്കെ ചക്രപാണി ലോറി കത്തിക്കാൻ നിന്നെയൊക്കെയാണ് അയച്ചിരിക്കുന്നത്. പോലീസായ പേടി പാടില്ല, വക്കീലാണെങ്കിൽ കള്ളം പാടില്ല, അധ്യാപകനായ തെറ്റ് പാടില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്വത്ത് പാടില്ല, ഉദ്യോഗസ്ഥനായാൽ അഹങ്കാരം പാടില്ല, റൗഡിയായ അറിവുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ കറക്റ്റാ. പോടാ. അരിവാൾ എങ്ങനെയാ പിടിക്കേണ്ടതെന്ന് അറിയോടാ നിനക്ക്? 5 വിരൽ അമർത്തി പിടിച്ചാ വഴുതി പോകും. 3 വിരൽ കൊണ്ട് പിടിച്ച് തള്ള വിരൽ അമർത്തി ചെറുവിരൽ ലൂസായിട്ട് വിടണം. എന്നാലേ അത് വഴുതി പോകാതെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ. മനസ്സിലായോടാ? അരിവാൾ കൊണ്ട് എത്ര പേരെ വെട്ടി എന്നുള്ളതല്ല കാര്യം, എന്തിനു വേണ്ടിയാണ് വെട്ടിയെന്നുള്ളതാണ് ചരിത്രം. വേലുവാനിയൻ ലോറിയെല്ലാം കൂട്ടിക്കൊണ്ട് വന്നേ. എന്താ വേലു, പ്രശ്നമൊന്നുമില്ല? ഒന്നുമില്ല ഇളയച്ചാ. പോടാ, ഷർട്ട് മാറ്റിയിട്ട് വന്ന് കരിമ്പ് വെട്ടാൻ നോക്ക്.